ഹലോ, ഇതെന്താ സാധനം മനസ്സിലായോ? ഇത് താമര വിത്താണ് കേട്ടോ. നമ്മൾ അതിസാഹസികമായിട്ടൊരു താമര വിത്ത് നടാൻ പോകും കേട്ടോ. ഒരു താമര വിത്തല്ല, 5 താമര വിത്തുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതൊന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കണം കേട്ടോ. സാൻഡ് പേപ്പർ വെച്ചിട്ട് വരച്ചാലും മതി. പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ തൂണിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 5 എണ്ണം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 പാത്രത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 എണ്ണം ഞാനും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 എണ്ണം അനിയത്തിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 എണ്ണം നട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തപ്പോഴേക്കും തന്നെ അതിൽ നല്ലതായിട്ട് ചെറിയൊരു മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും സക്സസ് ആവും എന്നുള്ളത്. വെറുതെ ഒന്ന് മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് നട്ട് കൊടുത്തത് മാത്രമാണ് കേട്ടോ. പക്ഷേ ഒരു 8-10 ദിവസം ആയപ്പോഴേക്കും തന്നെ നല്ലോണം തണ്ടിനൊക്കെ നീളം വന്നിട്ടുണ്ടായിരുന്നു, ഇലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ 1-2 ദിവസം കൂടുമ്പോൾ ഇതിൽ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു സർവത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താമര വിത്ത് മാറ്റി നടാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പാത്രം എടുത്തിട്ട് വെള്ളമൊക്കെ നിറച്ച് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ആ പാത്രത്തിൽ ഇതുപോലെ ആ താമര വിത്ത് ഇട്ട് കൊടുക്കണം മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്, ഒരു 10-20 ദിവസമായിട്ടാണ് നമ്മൾ നല്ലോണം അത് മാറ്റി നടണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ താമര വിത്ത് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഞാൻ എടുത്ത കുറച്ച് അധികമായതുകൊണ്ട് തന്നെ താമര വിത്ത് താഴെ തട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഇലേൻ്റെ ഒരു കനത്തിൽ താമര വിത്ത് ഇങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയില്ല, അങ്ങനെയാണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് സക്സസ് ആകുമ്പോൾ ഒരു സന്തോഷമില്ലേ, അങ്ങനെ. അപ്പോൾ ചെടിയൊക്കെ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടു വെച്ച അതേ ചട്ടീനെ പോലുള്ളതാണ് കേട്ടോ നമ്മുടെ ആമ്പൽക്കുളത്തിൻ്റെ കുറച്ച് വലിയ സൈസുള്ള ചട്ടി. അപ്പോൾ നമ്മൾ ചെടി നട്ടു കൊടുത്ത ചട്ടി ഇതാണ്, ആമ്പൽക്കുളത്തിൻ്റെ ചട്ടി ഇതാണ്. അതിൻ്റെ അപ്പുറത്ത് അനിയത്തി നട്ടു വെച്ച താമരയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വലിയ ആമ്പൽക്കുളത്തിന് അത്യാവശ്യം നല്ല പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 10-20 ദിവസം ആയപ്പോഴേക്കും നമ്മളൊരു പുതിയൊരു തൊട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ ചട്ടിയൊക്കെ വെച്ചത്. എന്നിട്ട് ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ചേറും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലാണ് നമ്മൾ താമരയൊക്കെ നട്ട് കൊടുക്കുന്നത്. താമര എല്ലാം നട്ട് വെച്ചിട്ട് നമ്മൾ ആ വലിയ തൊട്ടിയിൽ കൊണ്ടുവച്ചിട്ട് വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നല്ല രസമായിട്ട് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണാൻ മറക്കണ്ട കേട്ടോ.